നമ്മളിന്ന് പഠിക്കുന്നത് കുറച്ച് ഗ്രാമർ പോർഷനാണ്. ഗ്രാമർ പോർഷൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് നമുക്കറിയാമല്ലോ, റീഡിങ് ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്ന 2 സെക്ഷനുണ്ട്. അതിൽ അൺസീൻ പാസേജ് ടൈപ്പ് 1 ആണ് നമ്മളിന്ന് നോക്കുന്നത്. അതായത് നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു സ്റ്റോറിയിൽ നിന്ന്, അതല്ലെങ്കിൽ ഒരു നോവലിൻ്റെ ഒരു ഭാഗം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോർട്ട് സ്റ്റോറിയുടെ ഒരു ഭാഗം നമുക്ക് തരും. നമ്മളത് വായിച്ചിട്ട് നമ്മളത് മനസ്സിലാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. ആ ക്വസ്റ്റ്യൻ ആൻസർ എഴുതണം. അപ്പോൾ ഇത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ലിറ്ററേച്ചറിൽ നമ്മൾ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ മാർക്ക് നമുക്ക് ഇതിനകത്ത് നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ പാസേജ് വായിച്ച് മനസ്സിലാക്കാൻ കഴിയണം എന്നുള്ളതാണ്. അപ്പം നമ്മളൊരു എക്സാമ്പിളായിട്ട് 2 പാസേജസ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. രണ്ടും ഒരേ സ്റ്റോറിയിൽ നിന്ന് എടുത്തിട്ടുള്ള 2 ഭാഗത്തു നിന്ന് എടുത്തിട്ടുള്ള പാസേജസ് ആണേ. നമുക്കിത് നോക്കാം. ആദ്യമേ, യു നെവർ സോ സച്ച് എ കമോഷൻ അപ്പ് ആൻഡ് ഡൗൺ ഇൻ എ ഹൗസ് ഇൻ ഓൾ യുവർ ലൈഫ് ആസ് വെൻ മൈ അങ്കിൾ പോഡ്ജർ അണ്ടർടുക്ക് ടു ഡു എ ജോബ്. അങ്കിൾ പോഡ്ജർ ഒരു ജോലി ചെയ്യുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരെയും കൺഫ്യൂഷനിലാക്കും. ഭയങ്കര നോയ്സുമായിരിക്കും. ഇത് കമോഷൻ എന്ന വേർഡ് നിങ്ങൾക്ക് ഫെമിലിയറിലായിരിക്കും. ഇത് നോയ്സ് ആൻഡ് മേക്കിംഗ് സോ മച്ച് കൺഫ്യൂഷൻ എന്നാണ് ഈ വേർഡിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളെപ്പോഴും പാരഗ്രാഫ് വായിക്കുമ്പോൾ നല്ലതായിട്ട് വായിക്കുക, മനസ്സിരുത്തി വായിക്കുക. ഒപ്പം തന്നെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകാതെ വരുന്നുണ്ടെങ്കിൽ അത് ഒരു പ്രാവശ്യം കൂടെ ആ പാരഗ്രാഫ് തറവായി വായിച്ച ശേഷം മാത്രം ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരിക്കലും ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പാസേജിൽ നിന്ന് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കരുത്. A picture would have come from home from a filmmaker and be standing in the dining room waiting to put up. അപ്പോൾ ഈ അങ്കിൾ പോഡ്ജറിൻ്റെ വീട്ടിൽ ഒരു പിക്ചർ വന്നിട്ടുണ്ട്, അതായത് ഫോട്ടോ വന്നിട്ടുണ്ട്. അത് ഭിത്തിയിൽ ഒട്ടിക്കാനുള്ളതാണ്, അല്ല ഭിത്തിയിൽ വയ്ക്കാനുള്ളതാണ്. പക്ഷേ അത് ഡൈനിങ് റൂമിൻ്റെ സൈഡിൽ വെച്ചേക്കാണ്. അപ്പം ആൻ പോഡ്ജർ ചോദിക്കുന്നതാണ്, ആൻ പോഡ്ജർ വുഡ് ആസ്ക് വാട്ട് വാസ് ടു ബി ഡൺ വിത്ത് ഇറ്റ്. ഇത് വെച്ച് എന്ത് ചെയ്യാനാണ്, ഇതുകൊണ്ട് എന്തോ ചെയ്യാനാണെന്ന് പോഡ്ജറിൻ്റെ വൈഫ് ചോദിക്കുകയാണ്, അങ്കിൾ പോഡ്ജറിൻ്റെ വൈഫ്. അപ്പം അദ്ദേഹം എന്താ പറയുന്നത് നോക്കി, ഓ യു ലീവ് ദാറ്റ് ടു മീ, ഡോണ്ട് യു എനി ഓഫ് യു വറി യുവർ സെൽഫ് അബൌട്ട് ദാറ്റ്, ഐ വിൽ ഡു ഓൾ ദാറ്റ്. നിങ്ങൾ ഈ സെൻറ്റൻസ് ശ്രദ്ധിച്ചോണം. അതായത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് പറയുമ്പോൾ, നിങ്ങളാരും ഇതിനെക്കുറിച്ച് ഒന്നും അറിയണ്ട, അതെനിക്ക് വിട്ടേക്ക്, ഞാൻ ചെയ്തോളാം എന്നാണ് പറഞ്ഞത്. ആൻഡ് ദെൻ ഹീ വുഡ് ടേക്ക് ഓഫ് ഹിസ് കോട്ട്. ഇവിടെ ടേക്ക് ഓഫ് എന്ന് പറയുന്ന ഒരു ഫ്രേസാണ്, അർത്ഥം റിമൂവ് എന്ന. ഹിസ് കോട്ട് ആൻഡ് ബിഗിൻ. ഹീ വുഡ് സെൻഡ് ദ ഗേൾ ഔട്ട് ഓഫ് 6 penny വർത്ത് ഓഫ് നെയിൽസ് ആൻഡ് ദെൻ വൺ ഓഫ് ദ ബോയ്സ് ആഫ്റ്റർ ഹെർ ടു ടെൽ ഹെർ വാട്ട് സൈസ് ടു ഗെറ്റ്. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ കോട്ട് അങ്ങോട്ട് ഊരി, എന്നിട്ട് ഈ വീട്ടിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് 6 penny, പെന്നി എന്ന് പറയുന്നത് അവരുടെ നാട്ടിലെ കോയിന്, നാണയം, അത് കൊടുത്തിട്ട് നെയിൽസ്, ആണി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ആൺകുട്ടിയെ കൂടെ വിട്ടു. എന്തിനാണ്? ആ പെൺകുട്ടിയോട് എത്ര സൈസുള്ള നെയിലാണ് വാങ്ങിക്കേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഹി വുഡ് ഗ്രാജുവലി ഗെറ്റ് ദ ഹോൾ ഹൗസ് ഇൻവോൾവ്. ഇങ്ങനെ എന്ത് ചെയ്തു, അദ്ദേഹം ആ വീട്ടിലെ മൊത്തം ആൾക്കാരെയും വിളിക്കാൻ തുടങ്ങി. അദ്ദേഹം എന്താ ആദ്യം പറഞ്ഞത്, നിങ്ങൾ ആരും ഒന്നും അറിയണ്ട, ഞാനെല്ലാം ചെയ്തോളാം. നൗ യു ഗോ ആൻഡ് ഗെറ്റ് മീ മൈ ഹാമർ വിൽ. വില്ലെന്ന് പറയുന്ന അനദർ പേഴ്സൺ. വില്ലിനോട് പറയാണ്, എൻ്റെ ഹാമർ എടുത്തുകൊണ്ട് വാ. ഹാമർ എന്താ, ചുറ്റിക. ആൻഡ് ബ്രിങ് മീ ദ റൂൾ ടോമിനോട് പറയാണ് എൻ്റെ റൂൾ, അതായത് ഇതുണ്ടല്ലോ സ്കെയില്, അതെടുത്തോണ്ട് വാ. ഷാൽ വാണ്ട് ടു സ്റ്റെപ്പ് ലാഡർ ആൻഡ് ഐ ഹാഡ് ബെറ്റർ ഹാവ് എ കിച്ചൺ ചെയർ ടു. എന്ത് വേണം, എനിക്ക് ലാഡർ, സ്റ്റെപ്പ് ലാഡർ, ഏണി വേണം, അതുപോലെ കിച്ചൺ ചെയറും വേണം. And Jim, you run around to Mr. Googles and tell him pass kind regards and hopes his leg better and will he learn him his spirit level. നോക്കിയേ, ജിമ്മിനോട് പറയാണ്, നീ എന്ത് ചെയ്യണം, മിസ്റ്റർ ഗൂഗിളിൻ്റെ അടുത്ത് ചെല്ലണം. എന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കണം, അദ്ദേഹത്തിൻ്റെ ഫാദർ, പാ എന്ന് പറഞ്ഞതിന് ഫാദർ എന്നാണ് അർത്ഥം. മിസ്റ്റർ ഗൂഗിളിൻ്റെ ഫാദറിന് സുഖമാണോ, അദ്ദേഹത്തിൻ്റെ കാലൊക്കെ ശരിയായോ. ഒരു പക്ഷേ ഈ മിസ്റ്റർ ഗൂഗിളിൻ്റെ ഫാദറിൻ്റെ കാലിന് എന്തെങ്കിലും അസുഖം പറ്റിയിരിക്കുകയായിരിക്കും. എന്നിട്ട് ഇദ്ദേഹത്തിനോട് ചോദിക്കണം, ആ സ്പിരിറ്റ് ലെവൽ ഇങ്ങോട്ട് തരുമോ എന്ന്. ആൻഡ് ഡോൺ യു ഗോ മരിയ ബിക്കോസ് ഐ ഷാൾ വാണ്ട് സംബഡി ടു ഹോൾഡ് ദ ലൈറ്റ് ആൻഡ് വെൻ ദ ഗേൾ കം ബാക്ക് ഷീ മസ്റ്റ് ഗോ ഔട്ട് എഗെയിൻ ഫോർ എ ബിറ്റ് ഓഫ് പിക്ചർ കോഡ്. അപ്പോൾ മരിയയോട് പറയുകയാണ്, നീ എങ്ങും പോവരുത്,
എനിക്ക് ഈ പിക്ചർ ഇത് ഭിത്തിയിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അല്ലെ ഭിത്തിയിൽ തറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ലൈറ്റ് അടിച്ച് തരണം. അപ്പോൾ നീ അവിടെ ഉണ്ടാകണം. മറ്റേ പെൺകുട്ടി വരുമ്പോൾ എന്ത് ചെയ്യണം? അവളെ ഒരു പിക്ചർ കോഡ്, അതായത് ഈ പടം അവിടെ കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് നൂല് വേണം, അതിനെനിക്ക് വിടണം. ടോം, വേർ ഈസ് ടോം? ടോം, യു കം ഹിയർ ആൻഡ് ഹാൻഡ് മീ അപ്പ് ദ പിക്ചർ. ടോമിനെ വീണ്ടും വിളിക്കുകയാണ്. ടോമിനെ ഹാമർ എടുക്കാൻ റൂൾ എടുക്കാൻ വിട്ടായിരുന്നു. അപ്പം അവനോട് സ്റ്റെപ്പ് ലാഡറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ പറയണേ, നീ എവിടെയാണ്? വാ, ഈ പിക്ചർ ഒന്ന് ഉയർത്തിപ്പിടിക്ക്. ഒന്നാലോചിച്ച് നോക്കുക, ആ ഒരു പിക്ചർ ഭിത്തിയിൽ വെക്കാൻ വേണ്ടിയിട്ട് അങ്കിൾ പോർച്ചർ പറഞ്ഞാൽ ആരും ഒന്നും ചെയ്യേണ്ടെന്നാണ്. പക്ഷെ ആ വീട്ടിലെ എല്ലാ ആൾക്കാരെയും അയാൾ എൻഗേജ് ചെയ്യിപ്പിക്കുകയാണ് ആ ജോലിയിൽ. നമുക്ക് ക്വസ്റ്റ്യൻസ് ആണേ. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഒരു പാരഗ്രാഫ്, ഈ പാസേജ് ഒരു പ്രാവശ്യം വായിക്കുക. നമുക്ക് വലിയ പിടുത്തമൊന്നും കിട്ടത്തില്ല ഒരു പ്രാവശ്യം വായിച്ചാൽ. തീർച്ചയായിട്ടും അത് രണ്ടാമത് നല്ലതായിട്ട് വായിക്കുക. പിന്നെ അതുപോലെ വാണ്ടറിങ് കോൺസെൻട്രേഷൻ കൊണ്ട് ഒരിക്കലും പാസേജ് വായിക്കരുത്. അതായത് നമ്മുടെ ശ്രദ്ധ ഫുൾ ഈ പാസേജിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ അങ്കിൾ പോർച്ചർ ഡിസൈഡ് ടു ഹാങ് ദ പിക്ചർ ദ ഹോൾ ഹൗസ്. ആ അങ്കിൾ പോർച്ചർ ആ പടം ഭിത്തി വെക്കാൻ പോയപ്പോൾ ആ വീട്ടിലെ അവസ്ഥ, ഫെൽറ്റ് റിലീവ്ഡ്, വാസ് സാറ്റിസ്ഫൈഡ്, വാസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ, ബോത്ത് 1 and 2. നോക്കി, ഇവിടെ വളരെ ആശ്വാസം തോന്നി, പിന്നെന്താണ്, നല്ല സംതൃപ്തി തോന്നി, പിന്നെ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനായിരുന്നു, അല്ലെങ്കിൽ 1ഉം 2ഉം. അതിപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. എന്തായിരുന്നു? മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനായിരുന്നു അല്ലേ? അങ്കിൾ പോർച്ചർ ടോൾഡ് എവരി വൺ അറ്റ് ഹോം. അങ്കിൾ പോർച്ചർ എന്താ വീട്ടുകാരോട് പറഞ്ഞത്? ടു ഡു വൺസ് ഓൺ വർക്ക്, അവരുടെ ജോലി ചെയ്യുക. നോട്ട് ബോദർ, ആരും ഒന്നും ശ്രദ്ധിക്കേണ്ട. നോട്ട് ടു ലീവ് ഹിം അലോൺ, അദ്ദേഹത്തെ ഒറ്റയ്ക്ക് വിടല്ല. ടു ഡു ഓൺലി ഹിസ് വർക്ക്, അദ്ദേഹത്തിൻ്റെ ജോലി മാത്രം ചെയ്യുക. എന്താ പറഞ്ഞത്? അയ്യോ, ഒന്നും ശ്രദ്ധിക്കേണ്ട, ഞാൻ എല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞേ അല്ലേ? നെക്സ്റ്റ്, പാസ് കൈൻഡ് റിഗാർഡ്സ് ആൻഡ് ഹോപ്പ് ഹിസ് ലെഗ് ബെറ്റർ, ഷോസ് അങ്കിൾസ് ഇമോഷൻ. അതായത് ഫാദറിനോട് ആശംസ പറയണം, അല്ലെ തിരക്കണം, ഫാദറിനെ തിരക്കണം, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാലം എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കണം എന്നൊരു സെൻറ്റൻസ് പറയുന്നുണ്ട് അല്ലേ? അതിൽ നിന്ന് അങ്കിൾ പോർച്ചറിൻ്റെ ഇമോഷൻ എന്താണെന്നാണേ? സോഷ്യൽ കൺസേൺ, ഓഫ് കണ്ടംപ്റ്റ്, ജലസി, റിവെഞ്ച്. എന്താണ്? തീർച്ചയായിട്ടും സോഷ്യൽ കൺസേൺ ആണ്. സമൂഹത്തിലെ എല്ലാ ആൾക്കാരുമായിട്ട് വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാളാണ് അങ്കിൾ പോർച്ചർ. വെൻ ദ ഗേൾ കം ബാക്ക് ഷി വാസ് സപ്പോസ്ഡ്, അവൾ തിരിച്ചു വരുമ്പോൾ, ഒരു പെൺകുട്ടിയെ നെയിൽ വാങ്ങിക്കാൻ വിളിച്ചിട്ട് അവൾ തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ടു ഗോ ഔട്ട് എഗെയിൻ എ ബിറ്റ് ഓഫ് പിക്ചർ കോഡ്, ഒരു പിക്ചർ കോഡ് വായിക്കാൻ വിടണം എന്നായിരുന്നു പറഞ്ഞത്. ആൻഡ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഹോൾഡ് ദ ലൈറ്റ്. ഹോൾഡ് ദ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹാൻഡ് ഹിം ഓവർ ദ ലൈറ്റ്, ഷോ ഹിം ഓവർ ദ ലൈറ്റ്, ടേക്ക് ദ ലൈറ്റ്, റിലീസ് ദ ലൈറ്റ്. എന്താണ്? ഷോ ഹിം ഓവർ ദ ലൈറ്റ്, അദ്ദേഹത്തിന് ലൈറ്റ് അടിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഒരു പാസേജ് കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സെയിം ടൈപ്പ് 1 പാസേജ് തന്നെയാണ്. അതായത് ഈ നോവലിൻ്റെ തന്നെ വേറൊരു ഭാഗം, അതായത് ഇതിനോട് കണ്ടിന്യൂസ് അല്ല, വേറൊരു ഭാഗമാണ്. ദ നെയിൽ വുഡ് ബി ഫൗണ്ട് അറ്റ് ലാസ്റ്റ്. ആണി കളഞ്ഞു പോയതായിരുന്നു, എന്തിൻ്റെയാണെന്ന് അറിയില്ല കേട്ടോ. ബട്ട് ബൈ വാട്ട് ടൈം ഹീ വുഡ് ഹാവ് ലോസ് എ ഹാമർ. ഹാമർ നഷ്ടപ്പെട്ടു, എവിടെയാണെന്ന് അറിയത്തില്ല. വേർ ഈസ് ദ ഹാമർ? വാട്ട് ഡിഡ് ഐ ഡു വിത്ത് ദ ഹാമർ? ഗ്രേറ്റ് ഹെവൻസ്, 7 of you gaping around there and you don't know what I did with the hammer. ഇനി നോക്കിയേ, ഇവിടെ നമ്മുടെ അങ്കിൾ പോർച്ചർ തന്നെയാണ് പ്രശ്നം. അങ്കിൾ പോർച്ചർ പറയാണ്, നെയിൽ കണ്ടില്ല, ഹാമർ കണ്ടില്ല, അവസാനം നെയിൽ കണ്ടു. എൻ്റെ ഹാമർ ചുറ്റിക എന്ത് ചെയ്യേ? നിങ്ങൾ നോക്കി, ഗ്രേറ്റ് ഹെവൻസ്, ദൈവമേ, 7 of you, നിങ്ങൾ 7 പേര്, ആ ഫാമിലിയിലെ 7 പേരെ അദ്ദേഹം വിളിച്ച് അവിടെ നിർത്തിയിട്ടുണ്ട്. ഗ്യാപ്പിംഗ് റൗണ്ട് ദയർ. ഗ്യാപ്പിംഗ് റൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വാ വിളിച്ച് നിൽക്കുക എന്ന് പറയത്തില്ല, അത് തന്നെ. ലുക്കിംഗ് വിത്ത് മൗത്ത് ഓപ്പൺ, വാ വിളിച്ച് നിൽക്കുകയാണ്. എൻ്റെ ഹാമർ എന്ന് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എന്തെന്നില്ലാത്ത വഴക്കുണ്ടാക്കുകയാണ്. We would find the hammer for him and then he would make lost sight of the mark he had made on the wall where the nail was to go in, and each of us had to get up on the chair beside him and see if we could find it, and we would each discover it in a different place. ഇനി എന്താ സംഭവിച്ചത്? അദ്ദേഹം ഇത് ഫോട്ടോ തരയ്ക്കാൻ വേണ്ടിയിട്ട് ഹാമർ പോയിൻ്റ് നോക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ണ് കാണാൻ പറ്റാതെ, ആ മാർക്ക് കണ്ണ് കാണാൻ പറ്റാതെ എന്തായി? അത് ആ വോളിൽ ഒരു ചെറിയ പോയിൻ്റ് ഇട്ടിരുന്നു, ഇത് ഫോട്ടോ നെയിൽ തറയ്ക്കാൻ വേണ്ടിയിട്ട്.
പക്ഷെ അത് കറക്റ്റായി പറ്റാതെ വന്ന് നെയിൽ താഴെ പോയി. എന്ത് പറ്റി? ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ ചുറ്റും നിന്നിട്ട് എന്താണ് ഈ താഴെ പോയ ആണികളൊക്കെ നോക്കിയാണ്. And would each discover in different place, and he would call us old fools one after another and tell us to get down, and he would take the rule and remeasure and find that he wanted to half of 31 and 3/8 inches from the corner and would try to do it in his head and go mad. അദ്ദേഹം വീണ്ടും ഞങ്ങളെല്ലാം ഭയങ്കരമായിട്ടും ഫൂൾസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും റൂൾ എടുത്തുകൊണ്ട് വന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തതെന്നറിയാമോ? അതായത് കോർണറിൽ നിന്ന് ഇത്ര ദൂരം ഹാഫ് ഓഫ് 31 and 3/8 ഇഞ്ചസ് ആണ് അദ്ദേഹം കോർണറിൽ നിന്ന് ഈ ഫോട്ടോയിലേക്കുള്ള ദൂരം മാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അത് ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിന് ഫോട്ടോ വെക്കേണ്ടത്. ഓൺ മരിയ വുഡ് mildly observed that the next time Uncle Podger was going to hammer to nail into the wall, she hoped he had let her know in time so that she could make arrangements to go and spend a week with her mother while it was being done. ആൻ മരിയ പതിയെ അദ്ദേഹത്തിനെ നോക്കുകയാണ്, വളരെ പതിയെ നോക്കുകയാണ്. നോക്കിയിട്ട് ആൻമരിയയ്ക്കൊരു കാര്യമുണ്ടായിരുന്നു. എന്താണ്? Uncle Podger was going to hammer a nail into the wall. She hoped he had let her know in time so that she could make an arrangement to go and spend a week with her mother while it. എന്താണ്? ആൻമരിയ ആണെങ്കിൽ ആൻറ്റിക്ക് അവരുടെ മദറിൻ്റെ കൂടെ ഒരാഴ്ച പോയി നിൽക്കാനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണമായിരുന്നു. പക്ഷേ ഈ മനുഷ്യൻ ഇങ്ങനെ വിളിച്ച് വീട്ടിലുള്ള എല്ലാവരെയും ആ ചെയറിന് ചുറ്റും നിർത്തിയേക്കാണ്. "Oh, you woman, you make such a fuss over everything," Uncle Podger would reply. "Why, I like doing a little job for this sort." അന്നേരം ഇദ്ദേഹമാണെങ്കിൽ പറയുകയാണെങ്കിൽ ഈ സ്ത്രീകളെല്ലാം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല, കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ ഇവരൊരു ജോലി ചെയ്യുന്ന കാണുന്നില്ല, ഇങ്ങനെയൊക്കെ അദ്ദേഹം പറയുകയാണ്. Finally, about midnight, the picture would be up, very crooked and insecure, and everybody dead beat and wretched except a proud Uncle Podger. ഏകദേശം പാതിരാത്രി ആയപ്പോഴത്തേക്ക് പിക്ചർ ഭിത്തിയിലായി. പക്ഷെ ഭിത്തിയിൽ എങ്ങനെയാണ്? വെരി ക്രൂക്കഡ് ആൻഡ് ഇൻസെക്യൂർ, ഒരു സുരക്ഷിതമല്ലാതെ അൺസേഫുമായിരുന്നു, കർവ്ഡ്, വളഞ്ഞൊക്കെ രീതിയിലായിരുന്നു ആ ഫോട്ടോ ഇരുന്നത്. ഞങ്ങളെല്ലാവരും, ആ ഫാമിലിയിലുള്ള എല്ലാവരും ആ പഴത്ത ഗോഹയെ ക്ഷീണിച്ചു. പക്ഷേ എന്താണ്? പ്രൗഡ് അങ്കിൾ മാത്രം നല്ല എനർജറ്റിക്കായിട്ടായിരുന്നു. അദ്ദേഹം മറ്റുള്ളവരെ കൊണ്ടിട്ട് പണിയിപ്പിക്കുമായിരുന്നു. നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻ. അങ്കിൾ വാസ് കൺഫ്യൂസ്ഡ് ക്യാരക്ടർ ആസ്. അദ്ദേഹം ഒരു കൺഫ്യൂസ്ഡ് ക്യാരക്ടറാണെന്ന് പറയുന്നത്. ഹി കെപ്റ്റ് മം, ഹി ഹാഡ് മിസ്പ്ലേസ്ഡ് ദ ഹാമർ, ഹി ഡിഡ് നോട്ട് നോ എനിത്തിങ്, ഹി കണ്ടിന്യൂ ടു സ്പീക്ക് ടു ഹിംസെൽഫ്. അദ്ദേഹം എന്താണ്? ആ ഹാമർ എങ്ങാണ്ട് മാറ്റി വെച്ചതിനുള്ള കൺഫ്യൂഷൻസ് ആയിരുന്നു. ദ നമ്പർ ഓഫ് ഫാമിലി മെമ്പേഴ്സ് വെയർ. എത്ര ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്? 7 ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത്, ഓൾ ഹാഡ് ടു ക്ലൈംബ് അപ്പ് ദ ചെയർ to put up the picture, to see the loss mark, to look taller, to show marks. എന്തിനായിരുന്നു എല്ലാവരും ചെയറിൽ കയറിയത് എന്ന് പറഞ്ഞത്? എന്തിനാണ്? ടു പുട്ട് അപ്പ് ദ പിക്ചർ. എല്ലാ ആൾക്കാരും ടു സീ ദ ലോസ് മാർക്ക്, അല്ലേ? അതായത് എവിടെയാണോ ആ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അപ്പം അങ്ങനെ മനസ്സിലാകാതെ വന്നപ്പോൾ എല്ലാവരും ചെന്ന് നോക്കി എവിടെയാണ്, പക്ഷെ ആർക്കും മനസ്സിലായില്ല. Uncle shifted his wrongdoing on his wife, on himself, on entire family, on the maid servant. ആ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ആരാന്നാ പറയുന്നത്? അദ്ദേഹമല്ല, ബാക്കിയുള്ള ഫാമിലി മൊത്തമാണെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ദ ഹങ് പിക്ചർ ക്രൂക്ക്ഡ് ആൻഡ് ഇൻസെക്യൂർ. എന്താണ് അതിനർത്ഥം? ആ ഹാങ് ചെയ്തിരിക്കുന്ന പിക്ചർ ക്രൂക്ക്ഡും ഇൻസെക്യൂറും ആണെന്ന് പറഞ്ഞു. എന്താണ്? അൺസേഫ് ആൻഡ് നോട്ട് അലൈൻഡ്. ഒരുപോലെയല്ല ഇരുന്നത്, ആകപ്പാടെ വളഞ്ഞാണ് ഇരുന്നത്. ഇന്നത്തെ 2 പാസേജുകൾ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഗ്രാമർ പോർഷനുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.